വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം. നമ്മൾ ഓരോരുത്തരും ഉരുവായത് മുതൽ ഇന്നുവരെയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ കുറവുകളും, ബലഹീനതകളും, വീഴ്ചകളും, ആഗ്രഹങ്ങളും, സന്തോഷങ്ങളും, അനുഭവങ്ങളുമൊക്കെ ദൈവത്തിനറിയാം. നമ്മളിന്നായിരിക്കുന്ന ജീവിതാവസ്ഥകൾ, നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന വേദനകൾ, നമുക്കുണ്ടായ നേട്ടങ്ങൾ, നമ്മുടെ വിജയ പരാജയങ്ങൾ, ഭയങ്ങൾ, വെല്ലുവിളികൾ, ഇതും അവന് നന്നായിട്ടറിയാം. ഇനി നമ്മൾ കടന്നു പോകേണ്ട വഴികൾ, മുന്നേറേണ്ട കടമ്പകൾ, തോൽക്കേണ്ട ചില മത്സരങ്ങൾ, വീണു പോകേണ്ട ഇടങ്ങൾ, നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നവരെയും അവഗണിക്കുന്നവരെയും ഒക്കെ ദൈവത്തിനറിയാം. എന്നിട്ടും അവൻ ഈ ജീവിത അവസ്ഥയിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. അവന് തെറ്റുപറ്റിയിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും നമുക്ക് ദൈവഹിതത്തോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് സാധ്യമാകണം. പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ തന്നെയാണ് പുത്രൻ നമ്മളെ സ്നേഹിച്ചത്. നാം ഓരോരുത്തരും അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഈശോ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് നമ്മൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നമ്മുടെ ഓരോരുത്തരുടെയും ഫലം നിലനിൽക്കുന്നതിനും വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുക മുന്തിരിച്ചെടിയെക്കുറിച്ചുള്ള ഉപമയാണ്. ശാഖയോട് ചേർന്നിരിക്കുന്ന മുന്തിരിച്ചെടിക്കാണ് ഫലമുണ്ടാവുക. 2 തരത്തിലുള്ള വെട്ടി ഒരുക്കലുകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്നാമത്തെ വെട്ടി ഒരുക്കൽ ഒരു പൂർണ്ണമായ നാശത്തിന് വേണ്ടിയാണ്. ഫലം തരാത്തതിനെ അവിടുന്ന് വെട്ടിക്കളയുന്നു. കൂടുതൽ ഫലം തരുവാനായിട്ട് വീണ്ടും ഒരു വെട്ടി ഒരുക്കൽ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ചില വെട്ടി ഒരുക്കലുകൾ, നമ്മുടെ മുറിവുകളൊക്കെ ഫലദായകമാകുവാനായിട്ട് നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം. താഴ്ത്തണ്ടിനോട് ചേർന്നിരിക്കുന്ന ശാഖയ്ക്ക് മാത്രമാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൻ്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുവാൻ, എൻ്റെ ജീവിതാവസ്ഥയിലേക്ക് നോക്കാതെ എന്നെ തിരിച്ചറിയുന്ന ഒരു ഈശ്വര സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട് എന്നും എല്ലാം ദൈവത്തിനറിയാമെന്ന വലിയ ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. ഈശ്വര സാന്നിധ്യം എന്നും ഉണ്ടാകുവാനും സ്നേഹത്തിൻ്റെ വലിയ കൃപാകടാക്ഷങ്ങൾ നമ്മുടെ ജീവിത മേഖലയ്ക്ക് അനുഭവമാകുവാനും നമുക്ക് ദൈവത്തോട് കൂടെയാവാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.